സംബന്ധിച്ചൊരു ഡൽഹിയിൽ മത്സരിക്കാതിരിക്കാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയുമായി ലോക്സഭയിലേതുപോലെ ഒരു സാഹചര്യം ആയിരുന്നില്ല ഇത്തവണ. അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു എന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തയ്യാറായാൽ പോലും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി നിയമസഭയിലേക്ക് സഖ്യമാകാൻ തയ്യാറാകില്ല. അപ്പോൾ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകം. അതിപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും കോൺഗ്രസ് സംബന്ധിച്ച് വോട്ട് ഷെയർ എത്ര എന്നുള്ളത് ഒരു നിർണായകമായ കാര്യമാണ്. കാരണം അതൊരു 15 അല്ലെങ്കിൽ 10 മുകളിലൊക്കെ ഉയർത്താൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മറ്റ് രണ്ട് പാർട്ടികളെ പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു ഡു ഓർ ഡൈ ആയിരുന്നു. കാരണം ഇത്തവണയും 4% താഴെ വോട്ട് ശതമാനം പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഡൽഹിയിൽ തന്നെ, കാരണം അവിടെ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നേതൃ ദാരിദ്ര്യമുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ ലൗലി 2022 അദ്ദേഹം BJP പോയി. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർട്ടി വിട്ടു 41 കുറഞ്ഞിട്ടുണ്ട്. 41 BJPയുടെ ലീഡ് കുറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് 28. ഒരു സീറ്റിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ലീഡ് തുടരുകയാണ്. 47 വരെ പോയതാണ് BJP. അവിടെ നിന്നാണ് 41 കുറഞ്ഞത്. കിരൺ, എന്താണ് ഏറ്റവും പുതിയ ട്രെൻഡ്? എങ്ങനെയാണ് ഏറ്റവും അവസാനത്തെ വിവരം? എങ്ങനെയാണ്? നമുക്ക് മഞ്ജുഷ മുന്നിലാണ്. സിസോദിയ മുന്നിൽ, മനീഷ് സിസോദിയ മുന്നിൽ, കേജ്രിവാൾ പിന്നിൽ. അതേസമയം കൽക്കാജിയിൽ അദീഷിയും പിന്നിൽ. എങ്ങനെയാണ് കിരൺ ഏറ്റവും പുതിയത്? നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 2020 ക്ലോസ് കോൺടെസ്റ്റ് നടന്ന മണ്ഡലങ്ങളാണ്. ആ ക്ലോസ് കോൺടെസ്റ്റ് നടന്ന മണ്ഡലങ്ങളിൽ BJP 9 BJPക്കാണ് ഇപ്പോൾ നേട്ടമുണ്ടായിരിക്കുന്നത്. ആ 9 ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 10,000 വോട്ടിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ അവിടെ 4 സീറ്റിൽ വിജയിച്ചത് BJP ആയിരുന്നു. ബാക്കി സീറ്റുകൾ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു, കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ. അങ്ങനെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആം ആദ്മി പാർട്ടി വിജയിച്ച എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന നേട്ടം അവിടെയെല്ലാം സമ്പൂർണ്ണമായും തന്നെ അത് BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോ ഫാക്ടറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നോക്കാം. അത് ഈ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണ്. 30% മേൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലെ റിസൾട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട്. 7 ആം ആദ്മി പാർട്ടിക്ക് അവിടെയാണ് ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ 2 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. അവിടെയും BJP 2 സീറ്റ് അവിടെയും BJP പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു നിർണായക ഘടകം. കോൺഗ്രസ് കുറെ കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ടാവണം. കോൺഗ്രസിന്റെ വോട്ടിന്റെ ശതമാനം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലേക്ക് BJP വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്കും കോൺഗ്രസിലേക്കും വിഭജിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ കണക്കുകൾ വ്യക്തമാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. അങ്ങനെയുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റു പല മേഖലകളെ അപേക്ഷിച്ച് 30% മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉണ്ടാവുന്നില്ല. അത് 2 സീറ്റ് മാത്രമേ അവിടെ നഷ്ടമാകുന്നുള്ളൂ. BJPയുടെ മുസ്ലിം വോട്ട് എന്തായാലും BJPയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ പ്രായോഗികമായി വളരെ കുറവാണ് എന്ന് തന്നെ കണക്കാക്കാം. ആ സ്ഥലങ്ങളിലാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നോക്കാറുണ്ട്. ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് SC റിസർവ്ഡ് സീറ്റുകളിൽ സ്ഥിതി ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. 4 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായത്. അവിടെ BJPക്ക് 4 സീറ്റുകൾ കൂടി. കഴിഞ്ഞ തവണത്തെ 2020 കണക്ക് കൂടി കാണിക്കാം. SC 20 സംവരണ മണ്ഡലങ്ങൾ 2020 ഉണ്ട് കണക്ക് ഇതായിരുന്നു. പൂർണ്ണമായും സംവരണ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി 12 സീറ്റിൽ 12 എടുത്തും ജയിച്ചത്. സംവരണ സീറ്റിലെല്ലാം ജയിച്ചത്. എന്നാൽ പൂർണ്ണമായും ആ സീറ്റുകളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. അവിടെ നിന്ന് പകുതി സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാൻ ഇത്തവണ BJPക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. 25 വരുമ്പോൾ ആ ചിത്രം ഇങ്ങനെയാണ് മാറുന്നത്. മുഴുവൻ പച്ചയായിരുന്നത് അവിടെ നിന്ന് 4 സീറ്റുകൾ BJPയിലേക്ക് വരുന്നു. പകുതി എന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മറ്റു സീറ്റുകളിലാണ് അറിയാനുള്ളത്. ഈ പകുതി സീറ്റുകളിലേക്ക് BJP കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. മറ്റ് ഇതുപോലത്തെ ചെറിയ ഫാക്ടറികൾ പരിശോധിച്ചാൽ നമുക്ക് പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ളവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. BJPക്ക് 10 സീറ്റുകൾ, 14 സീറ്റുകൾ ലഭിക്കുന്നു. 10 സീറ്റ് അധികമായി BJPക്ക് ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 11 സീറ്റുകളാണ് നഷ്ടമായത്. അപ്പോൾ എപ്പോഴും 10 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 21 സീറ്റുകളിൽ നിന്ന് ഉണ്ടായിരുന്നത് അതിലാണ് 11 സീറ്റുകൾ നഷ്ടമായിരുന്ന ഒരവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടി വന്നത്. അവിടെയും BJPയുടെ ഒരു മുന്നേറ്റമാണ്. കോൺഗ്രസിലും ഈ പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നിർണായക സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ആണ് കോൺഗ്രസിന്റെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പഞ്ചാബി വോട്ടേഴ്സ് എങ്ങനെയാണ്, പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി, അവിടെ എങ്ങനെയാണ് ഒരു അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. തുടക്കം മുതൽ പിന്നിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി ലീഡ് നേടിയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയായ അദീഷി
ഇപ്പോഴും പിന്നിലാണ്. മനീഷ് സിസോദിയയും ലീഡ് എടുത്തു. മനീഷ് സിസോദിയയും ലീഡ് നേടി. അരവിന്ദ് കെജ്രിവാളും ലീഡ് ചെയ്യുകയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ അതിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ട് ലീഡ് എടുത്തിരിക്കുകയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോഴും 1156 വോട്ടുകൾക്ക് ഇപ്പോഴും അതീഷി പിന്നിട്ട് നിൽക്കുകയാണ്. കേജ്രിവാൾ ലീഡ് നേടി 41 BJPയുടെ ലീഡ്, ആം ആദ്മി പാർട്ടിയുടെ ലീഡ് 29. കോൺഗ്രസ് ഇപ്പോൾ ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല, ഇല്ലേ? ദേവേന്ദ്ര യാദവ് പിന്നിൽ പോയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് നേട്ടമായെന്നാണ് മനസ്സിലാക്കുക. കാരണം 23 നിന്ന് ആം ആദ്മി പാർട്ടി 29ലേക്ക് വരുന്നു. BJP 47 നിന്ന് 41ലേക്ക് ചുരുങ്ങുന്നു. കോൺഗ്രസ് ഒറ്റ സീറ്റിലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതായത് ആദ്യം മുതൽ ബാദ്നി മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഒന്നുമില്ല, 0 എന്ന നിലയിലേക്ക് എത്തുകയാണ്. വീണ്ടും കണക്കുകൾ മാറ്റം. BJP 42, ആം ആദ്മി പാർട്ടി 28. 70 മണ്ഡലങ്ങളിൽ ലീഡ് നില വരുമ്പോൾ അതാണ് സാഹചര്യം. 42 മണ്ഡലങ്ങളിൽ BJP, ആം ആദ്മി പാർട്ടി 28. ആം ആദ്മി പാർട്ടി 28, BJP 42. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിലെത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേജ്രിവാൾ ലീഡ്. ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു എങ്കിലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ്. BJP 42, ആം ആദ്മി പാർട്ടി 28 എന്നതാണ് ഏറ്റവും പുതിയ കണക്ക്. കേജ്രിവാളും സിസോദിയയും ലീഡ് എടുത്തിരിക്കുകയാണ്. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അതീഷി പിന്നിലാണ്. കോൺഗ്രസിന് ഒരു സീറ്റിലും ലീഡില്ല. ദേവേന്ദ്ര യാദവ് ഇപ്പോൾ ലീഡ് നേടുന്നില്ല. കോൺഗ്രസ് ഇപ്പോഴും 0 എന്നുള്ള കണക്കാണ്. ഇപ്പോഴും കോൺഗ്രസ് 0, ആം ആദ്മി പാർട്ടി 28, BJP 42. ഇതാണ് കണക്ക്. ഇപ്പോഴും കൽക്കാജി മണ്ഡലത്തിൽ രമേഷ് ബിദൂരി, അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വിജയിക്കാൻ കഴിയുമെന്ന് ബിദൂരി പറയുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയെ അട്ടിമറിക്കാൻ കഴിയുമെന്നാണ് കൽക്കാജി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ രമേഷ് ബിദൂരി പറഞ്ഞത്. അതീഷി ഇപ്പോഴും പിന്നിലാണ്. ബിദൂരി മുന്നിട്ട് നിൽക്കുന്നു BJP കൽക്കാജി മണ്ഡലത്തിൽ. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ലീഡ് എടുത്തിരിക്കുന്നു. രമേഷ് ബിദൂരി കൽക്കാജി മണ്ഡലത്തിൽ മുന്നിലാണ്. അവിടെ ഡൽഹി മുഖ്യമന്ത്രി അതീഷിയാണ് എതിരാളി. അതീഷി രണ്ടാമതാണ്. അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. തുടർച്ചയായ വിജയത്തിലേക്ക് കെജ്രിവാൾ വരികയാണോ? ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുമ്പോഴും ന്യൂഡൽഹി മണ്ഡലം കേജ്രിവാളിനെ തുണയ്ക്കുമോ? കേജ്രിവാൾ ആദ്യമായി ലീഡ് എടുത്തിരിക്കുന്നു. 42, 28, 0. അതെ, കാരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണ പഴയതുപോലെ ഈസി വാക്ക് ഓവർ അല്ല എന്ന ആദ്യം മുതൽ സൂചനകളുണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് പോലും അത് പ്രകടമായിരുന്നു. പക്ഷേ അത് വോട്ട് എണ്ണുമ്പോൾ പോലും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം കേജ്രിവാൾ ആദ്യം 1.5 മണിക്കൂർ പുറകിലായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് മാത്രമാണ് ലീഡിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം മാത്രമല്ല, മനീഷ് സിസോദിയ പോലും അത് തന്നെയായിരുന്നു സാഹചര്യം. അവിടെ ആ മണ്ഡലത്തിൽ ജംഗ്പുരയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ലീഡ് ആദ്യ 1.5 മണിക്കൂറിൽ. ഇപ്പോൾ മനീഷ് സിസോദിയും ലീഡിലേക്ക് വന്നിരിക്കുന്നു. ഇനി അതിഷി എന്താകുമെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയാണ് നിലവിൽ. കേജ്രിവാളിന് പകരം മുഖ്യമന്ത്രി പദത്തിലെത്തിയ നേതാവാണ് അതിഷി പക്ഷേ ഇപ്പോഴും പിന്നിലാണ്. അവിടെ രമേഷ് ബിദൂരി ആദ്യം മുതൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. ലീഡ് ഇപ്പോഴും ബിദൂരി തുടരുകയാണ്. അങ്ങനെ നിലവിൽ സാഹചര്യം BJP നിലവിലെ കണക്കുകൾ അനുസരിച്ച് 10 മണിയാകുമ്പോഴും BJP